അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കായിലെ ഖുറൈശികളും തമ്മിലുള്ള കരാറ് ആദ്യം ചർച്ചകളെല്ലാം പൂർത്തിയാക്കി, പിന്നെ കരാറെല്ലാം എഴുതി തയ്യാറാക്കി ഖുറൈശികൾക്ക് വേണ്ടി സുഹൈൽ ഇബ്നു അംർ ഒപ്പുവെച്ചു. അതിനിടയിൽ അബൂജന്തലിൻ്റെ വിഷയമുണ്ടായി. അത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. എല്ലാം കഴിഞ്ഞ് കരാർ ഒപ്പുവെച്ചതോടുകൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും പറഞ്ഞു, അനുയായികളോട് പറഞ്ഞു, ഇനി എല്ലാവരും എഴുന്നേൽക്കുക. എന്നിട്ട് എല്ലാവരും താന്താങ്ങളുടെ ഹദിയ കൊണ്ടുവന്നത് അറവ് നടത്തുക, പിന്നെ മുടി കളയുകയും ചെയ്യുക. ഉംറ അതോടുകൂടിയാണ് പൂർത്തിയാകുന്നത്. കാരണം ഇവിടെ ഇഹ്സാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസരമാണ് വന്നിരിക്കുന്നത്. അതായത് പരിശുദ്ധ കഅബാലയത്തിൻ്റെ അടുക്കലും കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സ്ഥാനങ്ങളിലും എത്തിച്ചേരാനുള്ള സാഹചര്യമില്ലാത്ത ഒരവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് ഹജ്ജിൻ്റേതാണെങ്കിലും ഉംറയുടേതാണെങ്കിലും അതിനെയും ഹജ്ജും ഉംറയുമായി തന്നെയാണ് പരിഗണിക്കുക. അവിടെ തവാഫ് ചെയ്തില്ല, സഅയ് ചെയ്തില്ല എന്നതൊന്നും ഒരു കുറവല്ല. അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അമലുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് രണ്ടെണ്ണമാണ്. ഒന്ന് മുടി കളയുക, അല്ലെങ്കിൽ മുടി മുറിക്കുക. രണ്ടാമത്തേത് ഹദിയ അറുക്കുകയും ചെയ്യുക. അതോടുകൂടി അവരുടെ ഉംറ പൂർത്തിയായി എന്നാണ് ശറഇൻ്റെ വിശദീകരണം, വ്യാഖ്യാനവും. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞു. മാത്രമല്ല, നബി അങ്ങനെ പറഞ്ഞപ്പോൾ ആരും അനങ്ങിയില്ല, എഴുന്നേറ്റില്ല. അപ്പോൾ തന്നെ നബിക്ക് വല്ലാത്ത ഒരു ആശങ്കയുണ്ടായി. അതേസമയം നബി രണ്ടാമതും പറഞ്ഞു, എന്നല്ല മൂന്നാമതും പറഞ്ഞു. പക്ഷെ ആരും എഴുന്നേറ്റില്ല. അത് നബിയുടെ ജീവിതത്തിൽ തൻ്റെ അനുയായികളിൽ നിന്ന് നേരിട്ട ഏറ്റവും വിഷമകരമായ ഒരവസ്ഥയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അനുയായികളിൽ നിന്ന് നബി തങ്ങൾക്ക് വിഷമകരമായ ഒന്നും അതുവരെ ഉണ്ടായിട്ടില്ല, ആദ്യമായി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് മഹാനായ നബിക്ക് വല്ലാത്ത വേദനയായി. നബിക്ക് സത്യത്തിൽ അസഹ്യമായ മാനസിക വേദന ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ. അതുകൊണ്ട് ഒന്നും പറയാതെ തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് നബി തങ്ങൾ തൻ്റെ ഖൈമയിലേക്ക് നടന്നുപോയി. ഖൈമയുടെ ഉള്ളിൽ ഭാര്യയുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ യാത്രയിൽ മഹാനായ നബിയെ അനുഗമിക്കാനുള്ള ഭാഗ്യം വന്നു ചേർന്നത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്കായിരുന്നു. അവരുണ്ടായിരുന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും യുക്തിയും ബുദ്ധിയുമൊക്കെയുള്ള ഭാര്യയായിരുന്നു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അതിന് ഒരുപാട് തെളിവുകളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ ഈ സമയത്ത് ഇവിടെ കിടക്കേണ്ടതില്ല. ഏതായിരുന്നാലും മഹാനായ നബി തങ്ങൾ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ അനുയായികളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അവരത് കേട്ടില്ലല്ലോ, അവരത് കേൾക്കുന്നില്ലല്ലോ. നബി വല്ലാത്തൊരു വിഷമത്തോടുകൂടി പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാക്ക് അതിലേറെ വിഷമമായി. അതുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയെ, അതിന് അങ്ങ് വിഷമിക്കേണ്ട. അങ്ങിപ്പോൾ പുറത്തേക്കിറങ്ങിയിട്ട് പരസ്യമായി എല്ലാവരും കാണുകെ ഇരുന്ന് മുടി കളയുന്ന ആളെ വിളിച്ച് മുടി അങ്ങോട്ട് കളയുക. എന്നിട്ട് അങ്ങ് കൊണ്ടുവന്ന ഹദിയ അറക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിൽ അബൂജഹൽ ഉപയോഗിച്ചിരുന്ന ഒരു ഒട്ടകത്തെയാണ് കൊണ്ടുവന്നിരുന്നത് എന്നെല്ലാം ചരിത്രത്തിലുണ്ട്. എന്തായിരുന്നാലും അത് അറുക്കുകയും ചെയ്യുക. തങ്ങളങ്ങനെ ചെയ്യുമ്പോൾ, പരസ്യമായി ചെയ്യുമ്പോൾ, താങ്കളുടെ അനുയായികൾക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് തന്നെയായിരുന്നു ആ സമയത്ത് ശരി. കാരണം സഹാബിമാരൊന്നും നബിയോട് പിണങ്ങി മാറി നിൽക്കുകയല്ല. നബിയോടവർ പ്രതിഷേധിക്കുകയോ വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ ചെയ്യുകയല്ല. മറിച്ച് അവർ അവരുടെ താങ്ങാനാവാത്ത
സങ്കടം പ്രദർശിപ്പിക്കുകയാണ്. അവർക്ക് അത്രമാത്രം വിയോജിപ്പുണ്ട് ഉണ്ടായ സംഭവങ്ങളിലൊക്കെ. പ്രത്യേകിച്ചും അവരെല്ലാം ബദർ യുദ്ധം കഴിഞ്ഞു വരുന്നവരാണ്, ഉഹദ് യുദ്ധം കഴിഞ്ഞു വരുന്നവരാണ്, അഹ്സാബ് യുദ്ധം കഴിഞ്ഞു വരുന്നവരാണ്. ഈ 3 യുദ്ധങ്ങളും മക്കായിലെ ഖുറൈശികൾക്കെതിരെ ഉണ്ടായതാണ്. ഇത് 3ൻ്റെയും പര്യവസാനം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ഉറപ്പായിരുന്നു ബദർ യുദ്ധത്തിൽ. എന്നിട്ടും വിജയിച്ചു, ഐതിഹാസികമായി വിജയിച്ചു. ഉഹദ് യുദ്ധത്തിൻ്റെ ചിത്രം മറ്റൊന്നായിരുന്നു. എന്നാലും കാര്യമായ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ ശത്രുവിന് വിജയിച്ചു എന്നൊരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിലാണ് അത് അവസാനിച്ചത്. അഹ്സാബ് യുദ്ധത്തിൽ എന്തായിരുന്നാലും വിജയിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. 10,000 ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പാറ പോലെ ഉറച്ചു നിന്ന് ഈ ഐതിഹാസികമായ വിജയങ്ങളെല്ലാം കടന്നു വരുന്ന ആൾക്കാരോട് നിങ്ങൾ ഇത് സ്വീകരിക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വീകരിക്കാനുള്ള ഒരു മനപ്രയാസമാണ് സത്യത്തിൽ ഉള്ളത്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ പരസ്യമായി മുടി മുണ്ഡനം ചെയ്യുകയും മുടി കളയുകയും ഹദിയ അറുക്കുകയും ഒക്കെ ചെയ്തു. അതോടുകൂടിയാണ് സഹാബിമാരെല്ലാവരും എഴുന്നേൽക്കുകയും എല്ലാവരും മുടി കളയാൻ തയ്യാറാവുകയും ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ നേരത്തെ അബൂ ജന്തലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മക്കയിൽ അടിച്ചമർത്തപ്പെട്ടവരായ കുറേ വിശ്വാസികളുണ്ടായിരുന്നു. അബൂ ജന്തൽ അവരിൽപ്പെട്ട ഒരാളാണ്. അബൂ ബസീർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഇനി പറയാനുണ്ട്. അദ്ദേഹം അതിൽപ്പെട്ട ആളാണ്. അതുമാത്രമല്ല, സ്ത്രീകളും ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കൊന്നും പോരാൻ കഴിയാത്ത, മദീനയിൽ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള കുറേ സ്ത്രീകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മക്കയുടെ അതിർത്തിയിലെത്തി എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അവരൊക്കെ നബിയോടൊപ്പം, നബി അനുവദിക്കുകയാണ് എങ്കിൽ നബിയോടൊപ്പം മദീനയിലേക്ക് പോകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും വന്ന് നബിയോട് ആ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഖുറൈശികളുടെ പ്രതിനിധി ഓടിപ്പാഞ്ഞു വന്നു. വന്ന പ്രതിനിധി വാദിച്ചു, മുഹമ്മദ്, നമ്മളിപ്പോൾ കരാറിൽ ഏർപ്പെട്ടിട്ടേ ഉള്ളൂ, കരാറിൻ്റെ മഷി ഉണങ്ങിയെന്ന് പറയാനായിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും ഇവരെ സ്വീകരിക്കാൻ പാടില്ല, ഒരിക്കലും ഇവരെ സ്വീകരിക്കാൻ പാടില്ല. അവരുടെ രക്ഷാകർത്താക്കളുടെ സമ്മതമില്ലാതെയാണ് അവർ വന്നിരിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരെ തിരിച്ചയക്കണമെന്നാണ് നമ്മുടെ സന്ധിയിലെ വ്യവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് നോക്കി, ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, അത് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം റജുൽ, പുരുഷൻ എന്നാണ് സന്ധിയിൽ കൃത്യമായി എഴുതിയിരിക്കുന്നത്. സ്ത്രീകളുടെ കാര്യം അതിൽപ്പെടില്ല. പൊതുവായി പറഞ്ഞാൽ സ്ത്രീകളുടെ കാര്യം അതിൽപ്പെടില്ല. ഇപ്പോഴുണ്ടല്ലോ അങ്ങനത്തെ ചില വാദങ്ങളൊക്കെ. എല്ലാവരോടും ജുമാ നിസ്കരിക്കാൻ പറഞ്ഞാൽ അതിൽ പെണ്ണും പെടും എന്ന വാദങ്ങളൊക്കെ ഇപ്പോഴുണ്ടല്ലോ. നബി തിരുത്തി, ആണുങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെണ്ണുങ്ങളെ സ്വീകരിക്കുന്നതിന് ഈ കരാർ ഒരിക്കലും തടസ്സമല്ല. അതുകൊണ്ട് ഞാൻ അവരെ സ്വീകരിക്കുകയാണ്. അവർ ശരിയായ അർത്ഥത്തിലുള്ള ബൈഅത്ത് ചെയ്യാൻ തയ്യാറാവുകയാണ് എങ്കിൽ അവരെ ഒപ്പം കൂട്ടാൻ നബി തീരുമാനിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.